കഴിഞ്ഞ ആഴ്ച കൊച്ചിയിലെ തേവര കോളേജിലെ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജെയിംസ് സാറും ജോസഫ് സാറും എനിക്കൊരു കെട്ട് പുസ്തകം സമ്മാനമായിട്ട് തന്നു. അക്കൂട്ടത്തിലുണ്ടായിരുന്നൊരു പുസ്തകം ട്യൂസ്ഡേയ്സ് വിത്ത് മോറി ആണിത്. ആൻ ഓൾഡ് മാൻ, എ യങ് മാൻ ആൻഡ് ലൈഫ്സ് ഗ്രേറ്റസ്റ്റ് ലെസൺ. ഉഗ്ര മെസ്സേജാണ് കേട്ടോ ഈ പുസ്തകം. പുസ്തകത്തിൻ്റെ ഓതർ മിച്ചാൽബം ഏത് വിധേനയും വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങളെ ഇളക്കുന്നൊരു ജേർണലിസ്റ്റായിരുന്നു. തിരക്കിട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ കാണുകയാണ്. പണ്ട് കോളേജിൽ അയാളുടെ പ്രൊഫസറായിരുന്ന മോറിയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. അത് കണ്ടതോടെ രോഗബാധിതനായ തൻ്റെ പ്രൊഫസറെ ഒരു നോക്ക് കാണാൻ മിച്ചിനൊരു മോഹം ഉണ്ടാവുന്നു. ഒരു ചൊവ്വാഴ്ച മിച്ച് മോറിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തുന്നതോടുകൂടിയാണ് രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചയും മിച്ചിൻ്റെ ഒരു ദിവസം മുഴുവൻ ആ അധ്യാപകന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. 14ാമത്തെ ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് ആ കൂടിക്കാഴ്ചകൾക്ക് അവസാനമാവുന്നു. മോറി ലോകത്തോട് വിട പറയുന്നു. പക്ഷേ ചൊവ്വാഴ്ചകളിലെ ആ കൂടിക്കാഴ്ച കൊണ്ട് മിച്ചിൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം സ്നേഹത്തിലും മറ്റുള്ളവരോടുള്ള അനുകമ്പയിലും അകലാത്ത ബന്ധങ്ങളിലുമാണ് എന്ന് അയാൾ തിരിച്ചറിയുന്നതാണ് ഈ പുസ്തകം പറയുന്ന മെസ്സേജ്. എൻ്റെ ജീവിതത്തിലും ഒരു അധ്യാപകൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഞ്ചേരി കോളേജിൽ പഠിക്കുമ്പോൾ മുള്ളമ്പാറയിലൊരു വാടക മുറിയിലായിരുന്നു ഞാൻ അന്ന് താമസിച്ചിരുന്നത്. അതിനടുത്ത് താമസിച്ചിരുന്ന നാസർ മാസ്റ്ററാണ് എൻ്റെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചത്. ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപകനായിരുന്നു നാസർ മാഷ്. രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എൻ്റെ മുറിയുടെ വാതിൽ വന്നിങ്ങനെ മുട്ടും. ഉണ്ണീന്ന് നീട്ടി വിളിക്കും. ഒരു പരിപ്പ് വട അല്ലെങ്കിൽ ഒരു ഉണ്ണിയപ്പം എൻ്റെ കയ്യിൽ വെച്ച് തരും. ഒഴിവ് ദിവസങ്ങളിൽ മുഴുവൻ ഞാൻ നാസർ മാസ്റ്ററുടെ വീട്ടിലായിരുന്നു. അലമാരയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലെ ജ്വലിക്കുന്ന ചിന്തകളിലൂടെ അദ്ദേഹം എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. എനിക്ക് അദ്ദേഹം മറ്റൊരു മോറിയായിരുന്നു. ഇനി ഞാൻ ഈ ജീവിത പാഠത്തിൻ്റെ അനുഭവം വെച്ച് നിങ്ങളോട് ചിലത് പറയുകയാണേ. പ്രത്യേകിച്ച് മാതാപിതാക്കളോടാണ് ഞാനിത് പറയുന്നത്. +2 കഴിഞ്ഞ് നമ്മുടെ മക്കൾ കോളേജിലേക്ക് പ്രവേശിക്കുന്ന കാലമുണ്ടല്ലോ, അതായത് കൗമാരകാലത്തിൻ്റെയും യൗവനകാലത്തിൻ്റെയും ആ ഒരു ജംഗ്ഷൻ. അവിടെ സ്വന്തം മാതാപിതാക്കളല്ലാത്ത, എന്നാൽ അവർക്ക് എന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള, അതേസമയം വിവേകവും തിരിച്ചറിവും ഒക്കെയുള്ള ഒരു മെൻറ്റർ ഉണ്ടാകുന്നത് നല്ലതാണ്. മോറിയെപ്പോലെ, നാസർ മാസ്റ്റർ പോലെ ഒരു മെൻറ്റർ. ഈ ആലീസ് ഹോഫ്മാൻ എന്ന അമേരിക്കൻ നോവലിസ്റ്റ് ഈ കാലത്ത് വിശേഷിപ്പിക്കുന്നത് മാജിക്കൽ ഏജ് എന്നാണ്. ഒരു പളുങ്കുപാത്രം പോലെ സുന്ദരമാണ് ആ കാലം എന്ന് അദ്ദേഹം പറയുന്നു. കയ്യിലിങ്ങനെ കരുതലോടെ പിടിച്ചാൽ അത് അതിമനോഹരമാണ്, വഴുതിപ്പോയാലോ പൊട്ടി തകർന്നു പോകും. കുമാരന്മാരിൽ നിന്നും സ്ത്രീത്വത്തിലേക്കും പൗരുഷത്തിലേക്കുമുള്ള മാറ്റത്തിൻ്റെ ഒരു കാലമാണിത്. അതുവരെ അവരനുഭവിച്ച സ്കൂൾ മതിലുകൾക്കുള്ളിലെ അച്ചടക്ക രീതികളിൽ നിന്ന് മാറി വളർച്ചയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്തേക്ക് ഇങ്ങനെ ചിറകുകൾ വെച്ച് പറക്കാൻ പഠിക്കുന്ന കാലമാണ് അത്. അവിടെ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്കും പ്രലോഭനങ്ങൾക്കുമൊക്കെ ഒരുപാട് പ്രസക്തിയുണ്ട്. ഈ ടെല്ലിങ് എ ടീനേജർ ദി ഫാക്ട്സ് ഓഫ് ലൈഫ് ഈസ് ലൈക്ക് ഗിവിങ് എ ഫിഷ് ഇൻ ബാത്ത് എന്നാണ് പറയുന്നത്. ഒന്നിനെയും കൂസാതെ എന്തും പറയാനും പ്രവർത്തിക്കാനും ആ പ്രായം അവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് ഒരു മെൻറ്ററുടെ പ്രസക്തി. നമ്മൾ പറയില്ല, അടക്കയാവുമ്പോൾ മടിയിൽ വയ്ക്കാമെന്നും കവുങ്ങായി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ സാധാരണ പരിഭവം പറയുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അടക്കയെ കരുതുന്നത് പോലെ തന്നെ ആ കവുങ്ങിൻ തൈനെയും കരുതണമെന്നാണ് പറയാനുള്ളത്. അപൂർവമായി കിട്ടിയ ജീവിതം അമൂല്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രായമാണ് അത്. ഈ പിക്കാസോയുമായിട്ട് ബന്ധപ്പെട്ടൊരു പറച്ചിലുണ്ട്. ധനികനായ ഒരു അമേരിക്കക്കാരൻ പിക്കാസോയെ കൊണ്ട് തൻ്റെ ഛായാചിത്രം വരയ്ക്കാൻ ഏൽപ്പിച്ചു. അത് പൂർത്തിയാക്കാൻ പിക്കാസോയ്ക്ക് മാസങ്ങൾ തന്നെ എടുക്കേണ്ടി വന്നു. വരച്ചു തീർന്നപ്പോൾ അത് അത്രമാത്രം മനോഹരമായിരുന്നു. ചിത്രം വാങ്ങാൻ വന്ന പണക്കാരൻ അതിൻ്റെ പ്രതിഫലം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അത്ര വലിയ അത്ഭുതമൊന്നും മുഖത്ത് കാണിച്ചില്ല. പിക്കാസോ പ്രതിഫലം ചോദിച്ചത് $10,000. പണക്കാരൻ പറഞ്ഞു, $10,000 തരാൻ മാത്രം ഇതിൽ എന്താണുള്ളത്? ഒരു ക്യാൻവാസും ഏതാനും നിറങ്ങളും എന്നതിലപ്പുറം എനിക്കിതിലൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന്. പിക്കാസോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിഷ്ടമുള്ളത് താ. ആ പണക്കാരൻ $2,000 എടുത്ത് നീട്ടി. പിക്കാസോ അത് മേടിച്ച് പോക്കറ്റിലിട്ട് ആ ചിത്രവും കൊണ്ട് അകത്തേക്ക് പോയി. ഒരു കഷ്ണം ക്യാൻവാസും കുറച്ച് നിറങ്ങളുടെ ട്യൂബുകളും കൊടുത്തുകൊണ്ട് പിക്കാസോ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്, കൊണ്ടുപോയിക്കോളൂ എന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ജീവിതം എന്നത് ഒരു കഷ്ണം ക്യാൻവാസും പെയിൻറ്റും മാത്രമല്ല, അതിനൊരു ഛായാചിത്രമാക്കി രൂപപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ മൂല്യം മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്താണ് എന്ന് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ പിക്കാസോയെ പോലെയുള്ള ഒരാളെ കണ്ടെത്തേണ്ടത്, ഒരു മെൻറ്ററെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പഠിച്ച ജീവിതപാഠം.
ജീവിതം ഒരു പാഠപുസ്തകം.